ചേച്ചി 2 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും ചേച്ചിയും ആശയും കൂടെ പെട്ടെന്ന് നൈറ്റ് ഒരു ക്രേവിങ്സ് തോന്നിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇത് കുറച്ച് നാളായി ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാഴായിലുള്ള മുത്തു ടീ ടൈമിലേക്കാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും ചേച്ചിയും ചായയാണ് പറഞ്ഞത്. ആശയ്ക്ക് കുട്ടിക്ക് ഹോർലിക്സേ ഇറങ്ങും. അപ്പോൾ കുട്ടി ഹോർലിക്സ് പറഞ്ഞിട്ടുണ്ട്. ഹോർലിക്സും പിന്നെ നമ്മൾ ബജ്ജി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ പോയി ചായ കുടിക്കണ നേരത്തായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നൽ, ലൈക്ക് മൂവിക്ക് പോയാലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ശിവദത്തിൽ ആ ഒരു ടൈമിൽ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആശാൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ശിവദത്തിൽ പോയി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേഗം കയറി. കറക്റ്റ് ടൈമിങ്ങിനാണ് കേട്ടോ എത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, കറക്റ്റ് ടൈമിങ്ങിനാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ കയറിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കാണ് കയറിയത്, രജിഷ വിജയൻ്റെ. അപ്പം എൻ്റെ മക്കളെ, ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ലൈക്ക് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര വെറുപ്പിക്കുന്നൊരു പടമായിരുന്നു. എനിക്ക് അത്ര എനിക്ക് ഒട്ടും ലൈക്കായിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ ഐഡിയ ആയിപ്പോയി, അതുകൊണ്ട് അവൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം എനിക്ക് ആകെ അതിൽ ഇഷ്ടപ്പെട്ടത് കോസ്റ്റ്യൂംസ് ആണ്. അതായത് രജിഷ വിജയൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എല്ലാം ഇൻ്റർനാഷണൽ ലെവൽ അത്രയും നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഇതിൻ്റെ സ്റ്റോറിയൊക്കെ എന്തോ ഇവർ കൊണ്ടുവന്ന സംഭവം നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നിരുന്നാലും ആ സ്റ്റോറി ലൈൻ പോയെന്ന് ഒരു ഭയങ്കര ലാഗായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആശേനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.